നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാർഷിക തീർത്ഥാടനങ്ങളിലൊന്നിന്റെ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അതെ, ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ എത്തുന്ന ശബരിമലയുടെ കഥ. നമസ്കാരം. സനാതനധർമ്മത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന ഗാണ്ഡീവം എന്ന ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. എന്താണ് ഈ പുണ്യമലയെ ഇത്രയധികം സവിശേഷമാക്കുന്നത്? നമുക്കൊരുമിച്ച് കണ്ടെത്താം. കണ്ടില്ലേ ഈ സംഖ്യ? ഓരോ വർഷവും 4 കോടിയിൽ പരം ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. ഇതൊരു വിനോദയാത്രയല്ല, മറിച്ച് കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളിലൂടെയുള്ള ഒരു ആത്മീയ യാത്രയാണ്. അപ്പോ എന്താണ് ഈ മഹാതീർത്ഥാടനത്തിനു പിന്നിലെ കഥ? ശരി, നമുക്ക് ഇതിന്റെ ആഴങ്ങളിലേക്ക് നിറങ്ങിച്ചെല്ലാം. ഈ യാത്രയുടെ മഹത്വത്തെക്കുറിച്ചും അതിനു പിന്നിലെ ആ കഠിനമായ വ്രതത്തെക്കുറിച്ചും സംസാരിച്ച് നമുക്ക് തുടങ്ങാം. പെരിയാർ കടവ് സങ്കേതത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ പുണ്യക്ഷേത്രം. പക്ഷേ അങ്ങോട്ടുള്ള യാത്ര തുടങ്ങുന്നതിനു മുൻപ് തന്നെ തീർത്ഥാടകർ 41 ദിവസം നീണ്ടുനിൽക്കുന്ന കഠിനമായ ഒരു വ്രതത്തിലേക്ക് കടക്കുന്നു. ഇതിനെയാണ് മണ്ഡലവ്രതമെന്ന് പറയുന്നത്. ഇത് വെറുമൊരു ശാരീരികമായ തയ്യാറെടുപ്പല്ല കേട്ടോ. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശുദ്ധീകരിച്ച് ആത്മീയമായ ഉണർവോടെ ആ മല ചവിട്ടാനുള്ള ഒരു സമർപ്പണമാണിത്. ശരി, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇത്രയധികം ഭക്തർ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആരാണെന്ന് നോക്കിയാലോ? അയ്യപ്പനെ ആരാധിക്കുന്നത് ഹരിഹരപുത്രനായാണ്. അതായത് മഹാവിഷ്ണു മോഹിനി എന്ന സ്ത്രീരൂപമെടുത്തപ്പോൾ ശിവനിലുണ്ടായ ദിവ്യപുത്രൻ. ഹൈന്ദവ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ധാരകളില്ലേ, ശൈവവിശ്വാസവും വൈഷ്ണവവിശ്വാസവും. അതിന്റെ ഒരു സംഗമത്തിന്റെ പ്രതീകം കൂടിയാണ് അയ്യപ്പൻ. ഇവിടെയാണ് ശബരിമലയുടെ ആത്മാവ് കുടികൊള്ളുന്നത്. ക്ഷേത്രത്തിൽ എഴുതിവച്ചിരിക്കുന്ന ആ തത്വമസി, അതായത് അത് നീയാകുന്നു. ഓരോ ഭക്തനും ഈശ്വരന്റെ അംശമാണ്. ആ പരമമായ സത്യത്തെ തിരിച്ചറിയലാണ് ഈ യാത്രയുടെ ലക്ഷ്യം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. ഏതൊരു പുണ്യസ്ഥലത്തെയും പോലെ ശബരിമലയ്ക്കും പറയാനുണ്ട് ഒരുപാട് കഥകൾ. ശബരിമല എന്ന പേരിനു പിന്നിലും അവിടുത്തെ പ്രതിഷ്ഠയുടെ സ്വഭാവത്തെക്കുറിച്ചുമെല്ലാം വിശദീകരിക്കുന്ന ശക്തമായ ഐതിഹ്യങ്ങളുണ്ട്. ആദ്യം തന്നെ ഈ മലയ്ക്ക് എങ്ങനെയാ പേര് കിട്ടിയെന്ന് നോക്കാം. രാമായണത്തിലെ ശബരിയെ ഓർമ്മയില്ലേ? ശ്രീരാമന്റെ വരവിനായി കാത്തിരുന്ന ആ താപസി, അവരുടെ പേരിലാണ് ഈ സ്ഥലം ശബരിമല എന്നറിയപ്പെടുന്നതാണ് ഒരു പ്രധാന ഐതിഹ്യം. ഇനി നമുക്ക് അയ്യപ്പന്റെ കഥയിലേക്ക് വരാം. പന്തളം രാജാവിന് കാട്ടിൽ നിന്ന് ലഭിച്ച കുഞ്ഞാണ് മണികണ്ഠൻ. പുലിപ്പാൽ തേടിപ്പോയി പുലിയുടെ പുറത്തേറി അത്ഭുതകരമായി തിരിച്ചെത്തുന്ന മണികണ്ഠന്റെ കഥ. ഇത് വളരെ പ്രധാനമാണ്. കാരണം തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ മണികണ്ഠൻ ഒരു നിത്യബ്രഹ്മചാരിയായി ശബരിമലയിൽ കുടികൊള്ളാൻ തീരുമാനിച്ചുവെന്നാണ് വിശ്വാസം. ഇതാണ് അവിടുത്തെ ആരാധനാസങ്കല്പത്തിന്റെ കാതൽ. അപ്പോ ഈ ഐതിഹ്യങ്ങളൊക്കെ വെറും കഥകൾ മാത്രമല്ല. അവയാണ് ഈ തീർത്ഥാടനത്തിന്റെ ഓരോ ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും രൂപപ്പെടുത്തുന്നത്. ഓരോ തീർത്ഥാടകനും തലയിലൊരു ഇരുമുടിക്കെട്ട് ഏന്തുന്നത് കണ്ടിട്ടില്ലേ? അതിന് 2 ഭാഗങ്ങളുണ്ട്. മുൻമുടിയിൽ ദൈവത്തിനുള്ള നെയ്ത്തേങ്ങ പോലുള്ള വഴിപാടുകൾ, പിൻമുടിയിലോ യാത്രയ്ക്കു വേണ്ട സ്വന്തം സാധനങ്ങളും. അതായത് ഭൗതികവും ആത്മീയവുമായ ജീവിതത്തെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന്റെ ഒരു പ്രതീകം കൂടിയാണിത്. പിന്നെയാണ് ആ അവസാനത്തെ കയറ്റം, പുണ്യമായ 18 പടികൾ. തലയിൽ ഇരുമുടിക്കെട്ടുമായി മാത്രമേ ഈ പടികൾ കയറാൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം. ഈ 18 പടികൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ലോകജീവിതത്തിലെ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഓരോ പടി കയറുമ്പോഴും നമ്മൾ നമ്മുടെ അഹംഭാവത്തെ അവിടെ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു എന്നാണ് സങ്കല്പം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ യാത്ര മതസൗഹാർദ്ദത്തിന്റെ ശക്തമായ ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട്. അയ്യപ്പന്റെ പ്രിയ സുഹൃത്തായ വാവരുടെ പള്ളി സന്ദർശിച്ചിട്ടാണ് ഭക്തർ മല കയറുന്നത്. അയ്യപ്പനും വാവരും തമ്മിലുള്ള ആ സൗഹൃദത്തിന്റെ ഓർമ്മ പുതുക്കലാണത്. ശബരിമല എന്നത് ചരിത്രത്തിൽ എവിടെയോ ഉറച്ചുപോയ ഒന്നല്ല. അതിന്റെ ചരിത്രം സങ്കീർണമാണ്. അത് ആധുനിക കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കുന്നു, വികസിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. ചിലർ പറയുന്നത് ഇതൊരു ബുദ്ധമത കേന്ദ്രമായിരുന്നു എന്നാണ്. സ്വാമി ശരണം പോലുള്ള ശരണം വിളികൾക്ക് ബുദ്ധമത മന്ത്രങ്ങളുമായി സാമ്യമുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. സ്ത്രീപ്രവേശനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ സമീപകാലത്ത് നമ്മൾ ഒരുപാട് കേട്ടതാണ്. 1992 കേരള ഹൈക്കോടതി ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ള സ്ത്രീകളെ വിലക്കി. പിന്നീട് 2018 ഇന്ത്യൻ സുപ്രീം കോടതി ലിംഗസമത്വം ചൂണ്ടിക്കാട്ടി ആ വിലക്ക് നീക്കി. ആ വിധി ഇന്നും വലിയ സാമൂഹിക രാഷ്ട്രീയ സംവാദങ്ങൾക്ക് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനുമുപരി ശബരിമല ലക്ഷക്കണക്കിന് ഭക്തർക്ക് വിശ്വാസത്തിന്റെ ശക്തമായൊരു പ്രതീകമായി ഇന്നും തുടരുന്നു.
പുരാതനമായ ഐതിഹ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക ലോകവും തമ്മിലുള്ള ഈ സംവാദം ഒരുപക്ഷേ ഇനിയും തുടരും. ആ ഒരു ചിന്തയോടെ നമുക്ക് ഈ വിവരണം അവസാനിപ്പിക്കാം.